Q Developers ഉപ്പും മുളകും. ഇപ്പൊ കൊണ്ടുവരാ ചായ. ചായ വേണ്ടടി, നീ വാ, അതിനൊന്നുമല്ല വാ. എന്തേ ചായ ഞാൻ മുക്കിന്ന് കുടിച്ചോളാം. മുക്കിന്നാ? ജംഗ്ഷനിൽ കുടിച്ചോളാം. ഇതെന്തോ ജംഗ്ഷൻ വരെ പോകാനാണോ ഈ കഴുകി തേച്ച് ഷെയർ എടുത്തിട്ടേക്കണം? ഞാൻ വേറെ എടുത്തിടാം. അവിടെ നിൽക്കി, ഇങ്ങോട്ട് വന്നേ. എന്ത് പാലും ഇത്, എപ്പോഴും ഇങ്ങനെ മാറ്റിയിട്ട് കഴുകി വെക്കണ്ടേത്? ഒരെണ്ണിടുക, കുറച്ച് കഴിയുമ്പോ അത് മാറ്റുക, പിന്നെ അടുത്തടുത്ത് ഇടുക. കറക്റ്റ് ആച്ചാ, ഒരാഴ്ചത്തേക്ക് ഒരു ഷർട്ടും ഒരു മുടി ധാരാളം. എളുപ്പകാലത്ത് എണീറ്റ് വന്ന എന്ത് പറ്റി? എക്സാം ഡേയ്സ് അല്ലേ, പഠിക്കാന്ന് വിചാരിച്ചു. കാശൊക്കെ ഇട്ട് കാശൊക്കെ ഇട്ട് എങ്ങോട്ടാ? ജംഗ്ഷനിൽ ചെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണം. പറ്റിയ പടവല വരെ ഒന്ന് പോണം. പടവലത്തേക്കാ? എന്തിനീ? ഓ, കേശുവിനെ വിളിച്ചോണ്ട് വരാൻ. ബാലു അത് അവിടെ നിന്ന് പഠിക്കട്ടെ. അതെന്ത് ഇവിടെ ഇരുന്ന് പഠിച്ചാ പഠിക്കൂല? അച്ഛൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ അച്ഛാ. അവൻ ഇവിടെ ഇരുന്ന് പഠിച്ചാലേ പഠിക്കാൻ കോൺസെൻട്രേഷൻ കിട്ടുള്ളൂ. അറ്റ്മോസ്ഫിയർ മാറി അവര് പഠിക്കാനേ പറ്റില്ല. എന്തൊക്കെയാ പറഞ്ഞു ഒപ്പിക്കണേന്ന് നോക്കിയേ. അവനിവിടെ വരുമ്പോ ഇരുന്ന് കളിക്കണം, അതിനുള്ള ഇടവലേ. എടി, ഞാനൊരു കാര്യം പറയാല്ലേ, ഈ പടി എന്ന് പറഞ്ഞ് പിള്ളേരെ പറയണത് ശല്യം ചെയ്തത്. അവർ കുറച്ച് റിലാക്സ് ആവണം. മക്കളെ ഇപ്പോൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഇടയിലും കളിക്കുകയൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. കളിക്കാം, പഠിക്കാം, കളിക്കാം, പഠിക്കാം. അച്ഛൻ 10ാം ക്ലാസ് പരീക്ഷ തലേ ദിവസം സൈക്കിളിൽ പത്മനാഭപുരം കൊട്ടാരം വരെ പോയി. തിരിച്ചു വന്നപ്പോൾ അടി കിട്ടി, അത് പ്രശ്നം വേറെ. പക്ഷേ അച്ഛന് 10ാം ക്ലാസ്സിൽ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഈ പടി തുടങ്ങി പിള്ളേരെ ബാല്യം വെറുതെ തളച്ചിടരുത്. അത് നമ്മൾ ചെയ്യുന്ന ദ്രോഹത്തോടെ ഈ പിഞ്ച് പിള്ളേരെടുത്ത്. അതെങ്ങനെയാച്ചാ? പൈതങ്ങൾ ദൈവത്തിന് തന്നെ രൂപങ്ങൾ, തല്ലുവല്ലേ കൊല്ലുവല്ലേ പാവങ്ങളെ, അങ്ങനെ കവി പറഞ്ഞേക്കണം. തല്ലുവല്ലേ കൊല്ലുവല്ലേ ഇത് ആരെഴുതി? അതൊരു മഹാകവി എഴുതിയതാ, പേര് മറന്നുപോയി. മഹാകവി കുട്ടമ്പിള്ള. ആ ബാലു അച്ഛാ, കേശുവിനെ വിളിച്ചിട്ട് ശിവ ഇവിടെ വന്നേ. വിട്ടടി ബാലു, ഞാൻ പറയണ കേക്ക്. ആ കൊച്ചു അവിടെ നിന്ന് പഠിക്കട്ടെ, അതിനെ വിളിച്ചോണ്ട് വരല്ലേ കേട്ടാ. ഈ പോണില്ല. എന്നാ ഭാഗത്തേക്ക് പോവാം. ഭാഗത്തേക്ക് ഇറങ്ങിയില്ല, ജംഗ്ഷൻ വരെ പോയിട്ട് വരാന്ന്. ഇത് ആരാ വരണേ നോക്കി? ശങ്കരണ്ണന്റെ അമ്മയും. അണ്ണാ ദേ, അമ്മ വിളിക്കുമ്പോഴൊക്കെ അണ്ണനെ കുറിച്ച് ചോദിക്കണ്ട കേട്ടാ. അന്ന് ബർത്ത്ഡേക്ക് അവിടെ പോയില്ലേ, പിന്നെ അതിനുശേഷം അമ്മ അണ്ണനെ കണ്ടിട്ടില്ലല്ലോ. ഇനി ഇവിടെ വരുമ്പോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, വിശ്രദ്ധമായിട്ട് കാണുമെന്ന് അണ്ണനെ. ഒരു കേക്ക് വാങ്ങിച്ചു വെച്ചേക്കണ തരാൻ വേണ്ടി. ഈ വയസ്സായ കാലത്ത് എന്നെ ഇട്ട് കുറ്റം പറയല്ലേ മോട്ടോക്ക്. ഇത് അത്രയും ജയിപ്പിച്ചാരെന്നറിയാമോ? ഇവന്റെ നിന്റെ മറ്റേ ബാസി അവനും കൂടെ ചേർന്നാണ് അവളെ ഇത്രയും കൊളാബറേഷൻ ഉണ്ടാക്കിയത്. പറഞ്ഞേട്ടാ, ഞാനും അവനൊന്നും. എനിക്കറിയാം ചേട്ടാ, അന്ന് നമ്മൾ പടവലത്ത് വടക്കേപ്പുറത്തിരുന്ന് പച്ചക്കറി അരിഞ്ഞോണ്ടിരുന്നപ്പോ ഈ അച്ഛനാണ് ചേട്ടന്റെ മുമ്പിൽ കയ്യും കാലും കാണിച്ച് ചെവിയിൽ കുശുകുശുക്കത്തത്. മറ്റുള്ളവര് മുമ്പ് വെച്ച് അച്ഛനെ കൊച്ചാക്കില്ലേ കേട്ടാ. അപ്പൂ പോയി. കേശു എവിടെ? കേശുവിന് എക്സാം 2 ദിവസം കഴിയുമ്പോൾ എക്സാം തുടങ്ങും. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് പടവലത്ത് നിർത്തി. ഇവളും അവനും കൂടെ കണ്ട അറിയാലോ, ഭയങ്കര കളിയായിരിക്കും. ഇപ്പതേ കേശുവിനെ വിളിച്ചോണ്ട് വരണമെന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ പറഞ്ഞു മടുത്ത്. രമ പറയുന്നു, എന്തിനു ചേട്ടാ കേശു അവിടെ നിന്ന് പഠിക്കട്ടെ, കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എന്റെ രമാൻഡി, അവൻ അവിടെ നിന്ന് പഠിക്കുന്ന എന്തത്ര ഉറപ്പ്? അമ്മമ്മയുടെ കണ്ണ് തെറ്റിച്ച് അവൻ അപ്പ പറമ്പിൽ നടക്കും. ചിലപ്പോ പുഴയിൽ ഉറങ്ങും. പുഴയ്ക്ക് നല്ല ആഴാ, പറമ്പിൽ ഇപ്പൊ നിറച്ച് പാമ്പുകളുവാ. ഇവിടെ ഇത്രയും പേരില്ല അവനെ നോക്കാൻ, പിന്നെ എന്തിനാണ് ചുമ്മാ പടവലത്തോണ്ട് നിർത്തുന്നേ? പറഞ്ഞോലെ അത് ശരിയാണല്ലോ. എനിക്ക് കേൾക്കുമ്പോൾ പേടിയാവണം കേട്ടോ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. അങ്ങനൊന്നും ഇല്ല ചേട്ടാ, പടവലത്തെ അമ്മ പിള്ളേരെ നല്ലോണം ശ്രദ്ധിക്കും. അന്ന് തന്നെ നമ്മൾ എല്ലാവരും പോയി നിന്നപ്പോ നമ്മുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും പ്രത്യേകം കണ്ണായിരുന്നു അമ്മയ്ക്ക്. ഓരോരുത്തർക്കും പ്രത്യേകം കണ്ണല്ല, അവരുടെ കണ്ണ് മൊത്തം എന്നിലായിരുന്നു. ഞാൻ എന്തൊക്കെ കാണിക്കുന്നത്, ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് പറഞ്ഞോട്ടെ എന്റെ പറയായിരുന്നു അവരുടെ കണ്ണ് മൊത്തം. അച്ഛൻ ഈ കുരുട്ട് ഓരോന്ന് പറയാനായിട്ട് ഓടിച്ചാടി അവനെ പോയി വിളിച്ചോണ്ട് വരല്ലേ? ഇതൊക്കെ അവളുടെ അടവാണ് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. കറക്റ്റ്. ബാലു, നീ ബാ, അവിടെ നിന്ന് പഠിക്കട്ടടാ. നീ ഇങ്ങോട്ട് ബാ, കഴിക്കാൻ വാ. ഓക്കെ, ജംഗ്ഷനിൽ പറഞ്ഞോ, ജംഗ്ഷൻ പോയിട്ട് വരാം. കുമാരി, ആവശ്യമില്ലാതെ ഞാൻ നിന്റെ വീട്ടിൽ വന്നാണ്. ആവശ്യമില്ലാതെ അവിടെ എവിടെയും വിളിച്ചോണ്ട് പോയി എന്നെ വിളിച്ചോണ്ടേ കൊണ്ടുപോകുമ്പോ ഞാൻ അറിയാതെ വാതൊക്കെ അറിയാതെ ഒഴിക്ക് വേറെ കാണിക്കലട്ടെ. അങ്ങോട്ടോക്കെ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇതിന്റെ ഗതി ഈ ഗതിയായി. ഇതേപോലെ എൻ്റെ മോളെ പോലെയാണ് ഇവള്. അവളെ നീ ഈ ഇതേപോലെ ആക്കി കളയല്ലടാ. നീ ഇങ്ങോട്ട് കയറി വാടേ കുടികാറേ. അങ്ങനെ വന്നോടനെ എനിക്ക് ആപ്പോസിറ്റ് അകത്തേറി പോയണ്ട, എന്നെ കുടിയനാക്കി. പിന്നെ കുടിക്കാത്ത ഒരാള് അച്ഛാ, കുടിക്കാൻ കൂടെ കാണുന്നവര് പിന്നെ ഒരിക്കലും ആവശ്യം വരുമ്പോ കൂടെ കാണില്ല എന്നാ. അച്ഛന് 50 വയസ്സ് വരെ കുടിച്ചിട്ട് മനസ്സിലായില്ല, കഷ്ടം. 50 പോടത് വന്നത് നിന്നത് ഒക്കെ ഒരുപോലെ ഉദ്ദേശിക്കാം. എന്റെ കൊച്ചെ, അതിനെ കടിച്ച് നശിപ്പിക്കാതെ പോവാൻ നോക്ക്. പോ. എന്തൊക്കെ സാധനങ്ങളല്ലേ ഇത്, കണ്ടുപിടിച്ചോട്ട് സമ്മതിക്കണം. അത് കണ്ടുപിടിച്ചാൽ നേരത്തെ സമ്മതിച്ച് കഴിഞ്ഞു. നീ പോയി പഠിക്കാൻ നോക്ക്. പോ. ബാലു,
ഇപ്പൊ പണിയൊക്കെ ഉണ്ടാടേ. ആ പണിയൊക്കെ ഉണ്ട് ആ കേട്ടില്ലേ ഞാൻ എൻ്റെ കൂടെ ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രധാന കാര്യം പുറത്ത് വെച്ച് പറഞ്ഞില്ലേ ഇനി മതിയായില്ലേ നിങ്ങൾ എന്താന്ന് പറഞ്ഞാൽ ഞാൻ അവളെ കണ്ണീര് കുടിപ്പിക്കില്ലെന്നാ. ശരി ഞാൻ കണ്ണീര് കുടിപ്പിക്കില്ല. ഈ ജമ്മത്ത് ഇയാൾക്ക് ഞാൻ ഒരു തുള്ളി വാങ്ങിച്ചു തരാം നോക്കിയോ. അടുത്ത ചമ്മത്തില്ലേ നീ എനിക്കൊരു പുള്ളി എടുത്ത് തന്നാ മതി. നിങ്ങൾ മിണ്ടിപ്പോല്. നിങ്ങൾ അവസരവാദിയാണ് അവസരവാദി. ഞാൻ നീരുവിനെ സോപ്പിടാൻ വേണ്ടി ഞാൻ ഒരു നമ്പർ അടിച്ചതല്ലേ. പോകുന്നതിന് മുമ്പ് അച്ഛ തല പ്രമാണപ്പെട്ടു. പാണെന്നെ എനിക്ക് വേണ്ട. നിങ്ങൾ എന്നെ തൊലച്ചെടുക്കുവോ അല്ലോ എനിക്ക് വേണ്ട. ഇനി നിങ്ങൾ പോയി കൊടുത്തു. ഡേയ് ഞാൻ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ പ്രധാനപ്പെട്ട കാര്യം പറയാം. ഞാൻ പറഞ്ഞുതരാം. നീ അന്ന് വിരട്ടി വിട്ടില്ലേ വരുമോ എൻ്റെ? ഓ അപ്പൊ ഇപ്പൊ ഒരു വിധം ശരിയായി വരണുണ്ട്. പക്ഷേ എങ്കിലും നമുക്കവൻ ഒതുകൂലേ. അന്ന് അവൻ ഒതുങ്ങൂല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്. നിങ്ങളല്ലേ കയറി കെട്ടിച്ച് തല വെച്ച് കൊടുത്തത്. അവ ഒതുങ്ങാൻ പോണില്ല. അവനെ നന്നാവൂല. എന്നാ മറ്റുള്ളവരെ നന്നാക്കാന്നു അതുമില്ല. എൻ്റെ അണ്ണ ഈ വണ്ടി ഇങ്ങനെ ഓടൂ. അങ്ങനെ പോയാ വണ്ടി അങ്ങ് വിടും ഞാൻ. നോക്ക് എന്റെ ഷട്ടിനകത്ത് കാറ്റൂല. വേണ്ട അത് കളഞ്ഞരേ. പിന്നെ നമുക്ക് ഒരു കാര്യം എന്താ അപ്പൂപ്പ എന്റെ അച്ഛന്റെ ചെവി അടിക്കണ? കാര്യം എന്തെങ്കിലും സംസാരിക്കാൻ ചെവി അടിക്കുന്ന ഇവന്തിന് എന്തോന്ന് കാര്യം? അല്ല എനിക്ക് മനസ്സിലായി. വന്നപ്പോ പണി ഒപ്പിക്കല്ലേട്ടാ. ഇട എന്തത് പറയാം ഓരോന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് കയറി വരണം. ഞാൻ ഒന്നുമില്ല ഇല്ല എൻ്റെ പൊന്നെണ്ണ. അണ്ട ഇതൊക്കെ അവസാനം പേര് എനിക്ക് പേര് വയസ്സായ വല്ല തിന്നുകൊണ്ട് യാതൊരു മൂലയിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കണം. ഞാൻ ഇല്ലണ്ട എന്നെ വിളിക്കാൻ ചെയ്ത് ഞാൻ ഇല്ല. ഞാൻ പറഞ്ഞില്ല. ഈ അപ്പൂപ്പിന് വലിയ കുഴപ്പം തന്നെയാണല്ലോ. അമ്മ ആവശ്യമില്ല. അമ്മ ഈ അപ്പൂപ്പൻ വന്ന് കേറി ഉടനെ തന്നെ പണി ഒപ്പിക്കുന്നുണ്ട്. പദ്ധതിയും പ്ലാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അയ്യോ എന്റെ അമ്മയാണ് എന്റെ രണ്ട് പിള്ളേർ സത്യത്തിൽ ഞാൻ ഒന്നും പറഞ്ഞില്ലടി. എന്തോന്നത് വന്ന് കേറിയപ്പോ ഭയങ്കര വാചകമായിരുന്നല്ലോ. ആ കൊള്ളാലോ ആള്. അയ്യോ നിന്നാണ് ഞാൻ ഒന്നും പറഞ്ഞില്ല. ആവശ്യമില്ലാതെ നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അണ്ണാ വേറെ ഒന്നും തോന്നരുത്. വേറെ ഒന്നും കൂടെ എനിക്ക് വേണ്ടണ്ണ വേണ്ടാത്തണ്ടാണ്. വിളിച്ചേ അയ്യോ എന്തിനു കഷ്ടം ഞാൻ എന്തിനു പറഞ്ഞടാ നിന്റെ കാര്യം. ഞാൻ ഒന്നും പറഞ്ഞു. അന്ന് കയറിയപ്പോ എനിക്കൊരു താങ്ങ് തിരിച്ച് താങ്ങിയിരിക്കുന്ന സമാനം ഉണ്ടാ നമ്മുടെ തല കളി. രമേ ഒരു ദിവസം ഇവിടെ വെള്ളമില്ലായിരുന്നു കേട്ടാ. ഓ അന്ന് ഞാൻ പെട്ട പാട്. കുറേ ദിവസമൊക്കെ വെള്ളമില്ലാത്തവരുടെ അവസ്ഥ എന്തായിരിക്കും അല്ലേ? ഇതാണ് പഴ ജലം പാഴാക്കരുത് അമൂല്യമാണെന്ന്. എന്തോന്ന് ഇവിടെ ഉള്ള ടാപ്പോത്തം തുറന്നിടണ അവളാണ്. ആണോ ലച്ചു? വല്ലപ്പോഴും. ചേച്ചിയുടെ വീട്ടിൽ ഈ വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ? വീടിന്റെ പുറകിൽ നീണ്ടു നിവർന്ന് കിടക്കുകയല്ലേ പുഴ. അത് ശരിയാട്ടാ. അങ്ങനെ ഒരു വീട് അവിടെ ഉള്ളത് ഭാഗ്യമാണ്. ആ വീട് വെച്ചവരാരാണെങ്കിലും തൊഴണം. സത്യത്തിൽ അവിടെ നിന്ന് എനിക്ക് കൊതി തീർന്നില്ല ചേച്ചി. അടുത്ത പ്രാവശ്യം പോകുമ്പോ എന്നെയും കൂടെ വിളിക്കണേ. വെക്കേഷൻ ആവട്ടെ നമുക്കിപ്പോ തകർത്തിട്ട് വരാം. ആ ഇതാണ് പറയണത്. ആള് കൂടിയ പാമ്പ് ചാവൂലെന്ന്. നേരത്തെ കാലത്ത് ഉണ്ടാവല്ലോ തര ഉണ്ടാവല്ലോ. ആരെങ്കിലും ഇന്ന് പാമ്പായി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉറപ്പാണ് ഞാൻ അടിച്ചു കൊല്ലും. അച്ഛനും ചേട്ടനോട് എന്താണ് ചർച്ച? ഒരു ചർച്ചയില്ല. ഇനി എന്റെ നീരുവിനെ കണ്ടിട്ടുടിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല. ആ അച്ഛാ അച്ഛടെ പോയിരിക്ക്. ഞങ്ങളെല്ലാം കൂടെ 1 മണിക്കൂറിന് ശേഷം അല്ല 1 മണിക്കൂറിനുള്ളിൽ ഫുഡ് റെഡിയാക്കി തരും. ഫുള്ള് റെഡിയാക്കുന്നത് ഫുഡ് അച്ഛാ. ഡേ നീ ആദ്യം പോ. നീയാ ഇവിടുത്തെ തടസ്സം. ഒന്ന് എണീറ്റ് പോയേ. എന്തെങ്കിലും ജോലി താ ഞാൻ ചെയ്യാം. ചുമ്മാ കുറ്റപ്പെടുത്താൻ എന്തിനാ? എന്തോന്നടി അവള് മടിച്ച് തന്നെ സമ്മതിച്ച് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വല്ല ജോലിയൊക്കെ അവളെ ഏൽപ്പിക്കണേ വല്ലപ്പോഴേ. അച്ഛാ എടേ നീ ഇവിടെ ഇരിക്കുന്ന നിന്നെ ഞാൻ എവിടെയൊക്കെ അന്വേഷിച്ചടേ. എന്തിന് ഒരു കാര്യം പറയും. ഇവിടെ വെച്ച് പറ. അത് ഇവിടെ വെച്ച് പറയാൻ പറ്റൂലെന്ന്. ഇവിടെ വെച്ച് പറയാൻ പറ്റുന്ന കാര്യം ഉണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞാൽ മതി. ആ ചെടിക്ക് ഇവിടെ വെച്ചത് പറയാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഇയാൾ എന്നെ കൊണ്ടേ പോവുള്ളൂ. രമേ ഞാൻ പോകൂല കേട്ടോ. അച്ഛൻ ഇത്ര അത്യാവശ്യമായിട്ട് എന്ത് കാര്യം പറയാനുള്ളേ? നീ പൊടിയില്ല ജോലി ആക്കി നീ ഇല്ലാണ്ടാ. ഇവിടെ വെച്ച് പറയാൻ പറ്റൂല. എന്ത് ഇവിടെ വെച്ച് പറയാൻ പറ്റാത്തത്? ശങ്കരണ്ണോ എന്തോന്ന് എന്താ പ്രശ്നം ഇപ്പോ? ജമേല് ഒരു കേസ് നിന്റെ അടുത്ത് പറയാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ വെച്ച് പറയാൻ പറ്റൂല. എന്റെ അമ്മൂ മനുഷ്യ ഇങ്ങനെയും വളച്ചൊളിച്ച് കള്ളം പറയൂ. എന്റെ പൊന്നെണ്ണ ഞാൻ നേരത്തെ പറഞ്ഞില്ല നീര് വഴക്ക് പറയും. എനിക്ക് വേണ്ട. എനിക്ക് താല്പര്യമില്ലെണ്ണ. ഒരു അടി അടിച്ചെന്നുണ്ടല്ലേ. നീ ഇങ്ങോട്ട് പാടാ. ഒരു കാര്യം പറയാൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. എന്തോന്ന് നീലു ഇത്? ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ വിളിക്കണ ഞാൻ പോവും. അതിനും എന്നെ കുറ്റം പറയും. അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ. നീ നടാ മുമ്പ് നടാ
വാടാ. വാ ആ. പൈൻ്റെ എടുക്കാമോ അടിച്ചല്ലാതെ സംസാരിക്കുന്നു വേണ്ട. പൈൻ്റെ എന്താ പറ ഉമ്മ പൈൻ്റെ എന്നൊരു എണ്ണം മാത്രം. വന്ന് എന്താ അവിടെ അവിടെ ഇരി, അവിടെ ഇരി. ഇരുന്ന് ഇരി അവിടെ. ഇരുന്ന് ഇരി, ഇരി. ഈ വെവിളിത്തനും ഇരിടാ. ഈ പറ. വെവിളിത്തനൊന്ന് കാണിക്കരുത്. ഓ. പറഞ്ഞേട്ടോ ഓ. ഞാൻ പറഞ്ഞ് ശ്രദ്ധിച്ച് കേട്ടോ. ഓ ഡേയ് ആ നമ്മളെ ജയന്തനെ അപ്പൂപ്പ പിന്നെയും പ്ലാനിങ് തുടങ്ങിയാ എന്താടാ പ്ലാനിങ്ങാ? ഓ പ്ലാനിങ് തുടങ്ങി. ഒരു പുള്ളു വാങ്ങിയാൽ 100 രൂപ കുറവ് ഉണ്ടെങ്കിൽ മാറ്റോണ്ട് എന്നെ തള്ളയായിരുന്നു. പോ. ഇപ്പൊ വന്ന് എല്ലാം ഓപ്പണായി പറയാനും തുടങ്ങി. ഇപ്പൊ കാര്യങ്ങളൊക്കെ അവിടെ വരെ എത്തിയല്ലോ. ഇപ്പൊ കാണിച്ചു തരാം. അമ്മ അമ്മേ അമ്മാനെ വിളിക്കാൻ തരാം. നീ ചെന്ന് പറ തള്ളയുടെ അപ്പൂപ്പനും എന്റെ അച്ഛനും കൂടെ വെള്ളം അടിക്കാൻ പോകുന്നു പറ. പോ. നിങ്ങൾ എന്താ ഭ്രാന്താണ് പിന്നല്ല എന്തൊരു പറയാനേ. നിങ്ങൾ പറയാനുള്ള പറയും ഏയ് നമ്മളെ ഈ ജയന്തനെ അങ്ങ് ഒഴിവാക്കിയാലാ. അപ്പൊ ഒഴിവായി നടക്കല്ലേ ഇപ്പൊ പിന്നെന്ത് അതിൽ ബന്ധം അങ്ങ് വളർത്തിയാല. കളയാ ഓ എന്നിട്ട് കാരണം ചെറിയൊരു സംബന്ധം ആലോചന നമ്മളെ വീട്ടിൽ സ്ഥലത്തിന്റെ പേരെന്ത് അണ്ണ എന്താ പറഞ്ഞ സമ്മതം നമ്മളെ സ്ഥലത്തിന്റെ പേരെന്ത് അണ്ണ നിങ്ങൾ സംബന്ധാലോചന പറഞ്ഞിട്ട് സംബന്ധം അണ്ണാ എന്താ പ്രശ്നം അണ്ണൻ ഇപ്പൊ എന്താ പ്രശ്നം? എന്റെ പൊന്ന് നീലു നീ രമയ്ക്ക് സംബന്ധം ആലോചിക്കാൻ പോണത് രമ ജയന്തനെ കൊണ്ട് പിന്നെ കെട്ടിക്കാൻ പോണെന്ന് കേട്ട് പറയുന്നത് അല്ലെന്നേ പിന്നെ എന്താന്ന് ഒരു കാര്യവും സംസാരിക്കാൻ. ആ പറയും രമയ്ക്ക് ഒരു സംബന്ധം ആലോചന വന്നു. അത് പറയാൻ വേണ്ടിയാണ് പിന്നെ ഞാൻ ഇവിടെ വിളിച്ചത് കേട്ടാ. അപ്പൊ ഈ ജയന്തനെ ഒഴിവാക്കിയാലല്ലേ അത് പറ്റൂ. നിങ്ങൾ പറഞ്ഞത് സ്ഥലത്തിന്റെ പേര് ഏത് സ്ഥലത്തിന്റെ പേര് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഓ വെണ്ണൽ. അതിന്റെ അടുത്തൊരു ബാങ്ക് ഉണ്ട്. ബാങ്കിന്റെ അടുത്ത് ഈ പയ്യന്റെ വീട്. പയ്യൻ ഗൾഫിലാണ്. എനിക്ക് അവന് നല്ലവണ്ണം അറിയാം. എന്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ടുണ്ട്. നീ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. രമേരെ കാര്യങ്ങളെല്ലാം അറിയാം. അവൻ വന്ന് ചോദിക്കുന്നു അവന് ജയന്തനും കൂടെ ബന്ധം പുലർത്തി കാണുമെന്നാണ് അവന്റെ ധാരണ. ധാരണ ഇന്ന് മറ്റൊന്ന് ഒരു ചെറിയ സംബന്ധാലോചന കുറെ അവന്റെ വീട്ടിന് വേണ്ടപ്പെട്ട പാർട്ടികളോട്ട് വന്ന് എന്റെ അടുത്ത് ചോദിച്ചു ഇങ്ങനെ കുട്ടിയെ ഒന്ന്. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ എന്തെന്നറിയാമോ? അല്ല അപ്പൊ നിങ്ങൾ അത് വിചാരിച്ച് ജയന്തനാഥ ഡൈവേഴ്സ് ആക്കിയിട്ട് അവനെ കൂടെ കെട്ടിക്കാനാ? പിന്നല്ലാതെ എന്തെന്നറിയാലോ നല്ല ഗൾഫിലാണ്. പയ്യൻ ഗൾഫിലാണ്. അവനൊരു 35 വയസ്സ് വരും. ഇത്രേ ഉള്ളൂ. അല്ല കൂടെ വലിയ കിളവനൊന്നും അല്ല. പക്ഷെ നല്ല കുടുംബക്കാരുടെ തന്നെ ഈ കുരിശിന്റെ ഇടയിൽ നിന്ന് അവളെ പിടിച്ച് അങ്ങോട്ട് ഞാൻ ചാവുന്നതിന് മുമ്പേ അവന്റെ കൂടെ പറഞ്ഞു വിട്ട ഞാൻ രക്ഷപ്പെട്ട്. പക്ഷെ രമ സമ്മതിക്കണ്ടേ? നിങ്ങൾ മാത്രം ആലോചിച്ചാൽ മതിയായത്. രമ സമ്മതിക്കണ്ടേന്ന് പറഞ്ഞാൽ സമ്മതിപ്പിക്കും. പറയാ എളുപ്പമാണ്. ഇതൊക്കെ പ്രാക്ടിക്കൽ ആക്കാനാണ് ഇച്ചിരി പാട്. എന്തോന്ന് ഞാൻ പോട്ടെ, എനിക്ക് അടുക്കള പണിയുണ്ട്. എന്തിനു പറഞ്ഞിട്ട് പോണത്? അല്ല നിങ്ങൾ പറഞ്ഞ ശരിയാണ്. അവനെ പണ്ടേ ഡൈവേഴ്സ് ചെയ്ത് കളയണ്ടാണ്. ഇപ്പൊ ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തിന് ഒരു കാര്യം ചെയ്യാം. ജീവനെ വീട്ടിൽ അടിച്ച് കളയാടെ 2 അറ്റങ്ങ് ഇറങ്ങാം നമുക്ക്. എന്ത് സമ്മതിച്ച നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റൂ. അത് ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അവിടെ വന്നത്. ആ പെണ്ണ് എത്ര കാലം ഇവിടെ ഇങ്ങനെ ജീവിക്കും? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പെണ്ണിന്റെ തന്തയായി പോയതുകൊണ്ട് പറയാണ്, പ്രയാസം കൊണ്ട്. നീ പറഞ്ഞവനും ഇതുപോലെ സ്വഭാവമാണ്. പോടാ അങ്ങനെയൊന്നും പറയല്ലേ. എനിക്കും അറിയാവുന്ന പയ്യനെ. നിങ്ങൾ ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് ഇറങ്ങയില്ലേ? അവന് നിങ്ങളായിട്ട് കമ്പനി ഇല്ലേ? എന്റെ ഇഷ്ടം മാത്രം പറയല്. എന്നിട്ടല്ലേ നിങ്ങൾ അവന്റെ പതൊക്കെ വിളിച്ചിട്ട് അവന്റെ കെട്ടിച്ചെടുക്കാൻ? അയ്യോ എന്റെ അമ്മച്ചിയാണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു. അല്ല അല്ല എന്റെ പൊന്നു ബാലു അങ്ങനെ അല്ല. കാരണം എനിക്ക് പയ്യനെ അറിയാന്ന് പറഞ്ഞ അവിടെ ഇങ്ങനെ വന്നു മുറുക്കാൻകട വന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നല്ല പയ്യനാണ്. അവിടെ ഒരു കമ്പനി അവനില്ല. ഗൾഫിൽ നല്ല ശമ്പളോടെ. പക്ഷെ നിങ്ങൾ ശമ്പളം കണ്ടെന്ന് കെട്ടിച്ചെടുക്കാം. ശമ്പളം പോവാൻ നോക്കാം. ജയന്ത്രൻ വേറെ വെളിത്തരം ഉണ്ടെങ്കിൽ അവൻ പാവമാണ്. അവൻ നിങ്ങൾ വെറുതെ ആവശ്യമില്ല ഇങ്ങോട്ട് പോയി ഞാൻ പറഞ്ഞാണ്. അല്ല നിങ്ങൾ തിരുമാനിക്കും. പിന്നെ എല്ലാം ഞാൻ എന്തിനു പറയട്ടെ. ഞാൻ പറഞ്ഞ കാര്യം ബാലു ഇങ്ങടാ ഇങ്ങോട്ട് പാടാ. ഡേയ് ഇത് കാറ്റിൽ പോടാ. നിങ്ങൾ പോയി എനിക്ക് കാക്കണ്ട പോയി. ഡേയ് ഇവിടെ നില്ലടേ. ഡേയ് ആവശ്യമില്ലാതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി. ഡേയ് പ്രശ്നം ഉണ്ടാക്കണതില്ല. ഡേയ് ഇവൻ എവിടെ പോണത്? ഇവൻ ഇങ്ങോട്ട് പാടേ. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീട്ടിനകത്ത് കിടത്ത് ഓട്ടം. ഈ എൻ്റെ ഇടയെ കാണിക്കുന്നത്. എന്നാ നിങ്ങൾ പറഞ്ഞേക്ക് എനിക്ക് മനസ്സിലായി. പക്ഷെ അത് ഞാൻ മറുപടി പറയാത്തത് നീലു കേക്കൂലേ നമ്മളെ കുടുംബകാരി എന്തിന് വിളമ്പണത്? അവൾ കേട്ടിട്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ എനിക്കൊരു നാണക്കേട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. ഒരു കാര്യം ചെയ്യ്, രമേഞ്ഞ് വിളി. ഞാൻ ഇവിടെ ഒന്ന് വരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ ചേട്ടാ?
നിങ്ങളെവിടെ പോണ്? ഞാൻ ഇത് ചെന്നിത്തേക്ക് നടു നോക്കട്ടടേ. അത് പിന്നെ കിടക്ക, നിങ്ങളവിടെ ഇരി. പറയ്. നീ പറ. അല്ല നിങ്ങൾ പറയ്. നീ അല്ലേ പറഞ്ഞത് പറയാന്ന് പറഞ്ഞത്? അത് നിങ്ങൾ പറയണ്ട. എന്നാ ഞാൻ പറയാം. എന്തോന്ന് പറയാന്ന്? അല്ല, എന്നെ പിടിച്ച് നടുക്കിരുത്തി ഞാൻ പറയാം, നീ പറയാം. ആരെങ്കിലും എന്നാ ഒന്ന് പറ. ശരി, നിങ്ങൾ പറയണ. പറയണേ അങ്ങോട്ട്. ജയന്തായി രമയെ ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും രമയുടെ ഒരു പ്രതികരണം? എന്തായിരിക്കും? അതിപ്പോ ഡിവോഴ്സ് ചെയ്ത പോലെ തന്നെയാണല്ലോ ചേട്ടാ. അങ്ങനെയല്ല, നിയമപരമായിട്ട് ജയന്തൻ രമയെ ഡൈവോഴ്സ് ചെയ്യുകയാണെങ്കിൽ രമയുടെ ഭാഗത്ത് നിന്നും എന്തായിരിക്കും തീരുമാനം? എന്തായിരിക്കും രമയുടെ മനസ്സിൽ എന്തായിരിക്കും? സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ചിലപ്പോ അതിന് യോജിക്കും. എന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കാൻ? ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട, ചോദിക്കുന്നതിന് മറുപടി മാത്രം പറഞ്ഞാൽ മതി. ഓ, ഇത് ക്വിസ് പ്രോഗ്രാം ആണല്ലോ. ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ. അപ്പൊ ജയന്തൻ ഡൈവോഴ്സിനുണ്ട്, രമയ്ക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു പ്രത്യേകിച്ച് ഒരു വേദന വിഷമൊന്നുമില്ല. എന്താ ഇപ്പൊ പ്രശ്നം? പ്രശ്നം പറയ്. അവന് ബന്ധം വേർപെടുത്താൻ പ്രശ്നമില്ലെങ്കിൽ നമുക്കും അതാവാൻ. അച്ഛ എന്തോന്ന് അച്ഛ ഈ പറയണത്? താലി കെട്ടിയ പുരുഷനെ വേർപെടുത്താന്ന് പറഞ്ഞ അത്ര വലിയ ചെറിയ കാര്യാ? താലി കെട്ടിയ പുരുഷൻ ഒറ്റ അടി അടിച്ചെന്നുണ്ടല്ലേ, ഇവനെ നടു റോഡിൽ ഇട്ട് പട്ടി അടിക്കുമ്പോൾ അടിക്കേണ്ടതാണ്. എന്തായാലും അവന് നമ്മളെ കുടുംബത്തിൽ വേണ്ട. അതെങ്ങനെ ശരിയാവും അച്ഛ? അത് ഒക്കെ ശരിയാവും. ആദ്യം നീയും അവനോട്ടുള്ള ബന്ധം വേർപിടിയണം. ഈ സംഭവം നമ്മൾ ആരെയും അറിയിച്ചിട്ടുണ്ട്. അത് ബാലുവും ഞാനും നീലും നേരത്തെ തീരുമാനിച്ചാണ്. ബന്ധം വേർപെടുത്തിയ ഉടനെ നിന്റെ കല്യാണവും. അവളെ വിഷമിച്ചാണ് പോയത്, നിങ്ങൾ കൂടെ പോയി. നല്ലൊരു മൊബൈൽ ഉണ്ടായിരുന്നു, അതിനെ അടിച്ചു പൊട്ടിച്ചോളാം. ദുഷ്ട. ആ നവാസേ, ഞാൻ ഒരു നമ്പർ തരാം, നീ അതിലൊന്ന് വിളിക്കണേ. ആ ശരി, കാര്യമൊക്കെ പിന്നെ പറയാം. ശരി. ആരാ ചേച്ചി? ഇന്നത്തെ ചേട്ടനെ ഇതേക്കണേ. ഓ, ജയന്തനങ്ങളായിരിക്കും. എന്താ ലച്ചു? ഇതേ കോള്. ആര്? അയ്യോ, പുള്ളിക്കാരനാണല്ലോ. ഹലോ, നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കും. നിങ്ങൾ ഇങ്ങനെ അനാവശ്യം വിളിച്ച് പറയല്ലേ. ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാം. അതിനിപ്പോ എന്താ ഉണ്ടായത്? വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം കേട്ടോ. ആ അച്ഛനുണ്ട്, കൊടുക്കാം. എന്നാ സംസാരിക്കാനൊന്നും വയ്യ. ഇങ്ങോട്ട്. ഹലോ, നീ ആരോട് സംസാരിക്കണത്? ഒരുമാതിരി തെറ്റി പിടിച്ച വർത്താനം എൻ്റെ അടുത്ത് സംസാരിക്കല്ലേ. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് ഫോൺ വച്ചിട്ട് പോടാ. ബാലുവാണ്. എന്ത് എന്താ നിനക്ക് തന്നെടാ? നീ കേട്ട ശരിയടാ. എടാ പെട്ടെന്ന് ഡൈവേഴ്സ് കൊടുറാ. അവിടെ അവക്ക് നേരെ നല്ലൊരു പയ്യനെ നമ്മൾ ആലോചിക്കണടാ. ആ ആര് ഭർത്താവ്? നീയാ? എടാ നീ ഭർത്താവിനെ പോലെയാണോ നീ അവിടെ നോക്കിയത്? തന്നെടാ. നടത്തൂടാ, കല്യാണം നടത്തും. നിന്നെ വിളിക്കാം, നീ വന്ന് ഉണ്ടിട്ട് പോ. പിന്നെ നീ നിന്റെ ഭാര്യ വിളിക്കാം. നീ വാടാ, നിന്റെ ഭാര്യ വിളിച്ചോണ്ട് പോയി വാടാ. എടാ ബാലു ഇവിടെ കാണും, നീ വാടാ. എടാ കാക്കപ്പറമ്പ് വീട്ടിൽ എടാ കുട്ടമേത്തിൻ്റെ മോനെ, എടാ കറമ്പ, എടാ നീ വാടാ, നീ വാടാ. ഞാൻ ഇവിടെ കാണൂടാ, വാ നീ വാ. എടാ ഭീഷണി നീ ആരെടുത്തടാ നീ പറയണ? നീ വാടാ, നീ വന്ന് വിളിച്ചോണ്ട് പോടാ നിന്റെ ഭാര്യ. ബാലു വച്ചിട്ട് വാടാ പോരെ. മതി, തീരും പറയണ്ട. അത്യാവശ്യമായി ഞാൻ പോണേ. അവൻ്റെ ഒരു വിളിപ്പ് എങ്ങനെയാ ന്യൂസ് അറിഞ്ഞ് കേട്ടാ. വിഷമോ ഉണ്ടാക്കിയിട്ട് വരട്ടെ. വാടാ നീ. വിഷമോടെ